എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ശൈലപുത്രി ദേവിയെക്കുറിച്ചാണ്. നവരാത്രിയുടെ 9 ദിനങ്ങളിൽ ആദ്യ ദിവസം ആരാധിക്കുന്ന ദേവിയാണ് ശൈലപുത്രി ദേവി. ശൈലം എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം. പർവ്വതത്തിൻ്റെ പുത്രി അല്ലെങ്കിൽ ഹിമവൽ പുത്രി, ഇച്ഛാശക്തിയുടെ പ്രദീപമായ രൂപമാണ് ശൈലപുത്രി ദേവി. മൂലാധാര ചക്രത്തിൻ്റെ ദേവിയായിട്ടാണ് അറിയപ്പെടുന്നത്. പാർവതീ ദേവിയുടെ രൂപമാണിത്. ബാലസ്വരൂപിണിയുടെ രൂപത്തിൽ ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുകയാണ്. ഈ ശൈലപുത്രി ദേവി എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിൽ പാർവതീ ദേവി തന്നെയായിരുന്നു. ദക്ഷ പ്രജാപതിയുടെ മകളായിട്ട് പൂർവ്വജന്മത്തിൽ ജനിച്ചു. അവിടെ സതീദേവി എന്ന് അറിയപ്പെട്ടു. പിന്നീട് ദക്ഷയാഗത്തിൽ ആത്മാഹുതി ചെയ്ത ദേവിയാണ് സതീദേവി. തുടർന്നുള്ള ജന്മത്തിൽ ഹിമവാന്റെ പുത്രിയായി ജനിച്ചതാണ്. ശൈലപുത്രി ദേവിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പോലെ തന്നെ ഈ ജന്മത്തിലും തപസ്സനുഷ്ഠിച്ച് ശിവഭഗവാന്റെ പത്നിയാവുകയാണ്. ഇതിന് പുറകിലുള്ള തത്വം എന്താണെന്ന് വെച്ചാൽ, ഈ ദേവി സഹസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തപസ് ചെയ്യുകയാണ്. നവരാത്രിയിൽ തപസ്സിനും ജപത്തിനും ഒക്കെയാണ് പ്രാധാന്യമായിട്ടുള്ളത്. ദേവി മഹാത്മ്യത്തിലാണ് ഈ കഥയുള്ളത്. അപ്പോൾ ആ ദേവി മഹാത്മ്യപ്രകാരം ആദിപരാശക്തിയായ ദേവി മഹിഷാസുരനെ വധിക്കുന്നതിന് വേണ്ടി ആവിർഭവിക്കുകയാണ്. ഈ ശൈലപുത്രി രൂപം നോക്കിക്കഴിഞ്ഞാൽ 3 മൂർത്തികളുടെയും അല്ലെങ്കിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണമായ ശക്തി ഉൾക്കൊണ്ട ഒരു മൂർത്തിയാണ് ശൈലപുത്രി ദേവി എന്ന് പറയുന്നത്. ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നവരുടെ ജന്മം സഫലമാകുമെന്നാണ് പറയുന്നത്. ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്ന മന്ത്രം ഓം ശൈലപുത്രിയെ നമ എന്നാണ്. ഓം ശൈലപുത്രിയെ നമ. ധ്യാന ശ്ലോകം എന്നത് വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർദ്ധകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രി യശസ്വിനി എന്നാണ്. ഓം ദേവി ശൈലപുത്രിയെ നമ. ഇതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് നോക്കാം. ആഗ്രഹിക്കുന്നതൊക്കെ വരമായി നൽകുന്ന പൂർണ്ണചന്ദ്രനെ നെറ്റിയിൽ വഹിച്ചിരിക്കുന്ന, കാളയുടെ പുറത്ത് ശൂലം ധരിച്ചിരിക്കുന്ന യശസ്വിനിയായ ദേവി, അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു എന്നാണ്. ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ധ്യാന ശ്ലോകം 12 തവണ ഒരു ദിവസം ഉച്ചരിച്ചാൽ വളരെ ഉത്തമമാണ്. 12 പ്രാവശ്യം ഉച്ചരിച്ചാൽ ദേവിയെ നമ്മുടെ ഭവനത്തിലേക്ക് ആനയിക്കുന്നതിന് തുല്യമാണ്. ശൈലപുത്രി ദേവി ആരാധിക്കുന്നവർക്ക് മാനസികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. അതിനുള്ളൊരു ഉദാഹരണം ദേവി മഹിഷാസുരന് നൽകിയ കാര്യമാണ്. അത് കാർത്യായന മഹർഷിയുടെ പുത്രന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് തപസ് ചെയ്യുകയായിരുന്നു. ഇവിടെ ഈ കഠിനമായ തപസ് മുടക്കുന്നതിന് വേണ്ടി ഈ മഹിഷാസുരൻ ഒരു പ്രാവിൻ്റെ വേഷത്തിൽ അവിടെ എത്തിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവരുടെ തപസ് മുടക്കുന്നതിനുള്ള ചേഷ്ടകൾ ആരംഭിച്ചു. ഇല്ലാത്ത സ്ത്രീരൂപം ഉണ്ടെന്ന് ഇവരെ ധരിപ്പിക്കുക. അങ്ങനെ അവരുടെ തപസ്സിന് ഭംഗം വരുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇത് കണ്ട് മഹർഷി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയാൽ തന്നെ മരിക്കട്ടെ എന്ന് ശപിച്ചു. മഹിഷാസുരൻ ഈ ദേവിയെ തന്നെ വീണ്ടും പ്രാർത്ഥിച്ചു. 3 വരങ്ങൾ സ്വന്തമാക്കി. ഒന്നാമത്തേത് ദേവി അല്ലാതെ മറ്റാരും തന്നെ വധിക്കരുത്. രണ്ടാമത്തേത് വധിക്കുകയാണെങ്കിൽ ദേവിയുടെ മുഖം എപ്പോഴും തനിക്ക് കാണത്തക്ക വിധത്തിൽ തന്നെ ശിരസിൽ ഉണ്ടായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ വരം. മൂന്നാമത്തേത് ദേവന്മാർക്ക് ലഭിക്കുന്ന യജ്ഞത്തിൻ്റെ യജ്ഞഭാഗം തനിക്ക് കൂടി ലഭ്യമാക്കണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മഹിഷാസുരമർദ്ദിനിയായ ഈ ദേവിക്ക് നമ്മൾ എന്തൊക്കെയാണോ അർപ്പിക്കുന്നത് അതിൻ്റെ ഭാഗം ദേവിയുടെ കാൽച്ചുവട്ടിൽ വീഴും. അപ്പോൾ ദേവിയുടെ കാൽച്ചുവട്ടിലിരിക്കുന്ന മഹിഷാസുരൻ്റെ ശിരസിൽ അത് പതിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ദേവിക്ക് ഭക്തരോടുള്ള വാത്സല്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. എത്ര മഹത്തരമായ ഒന്നാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹിഷാസുരൻ്റെ ശല്യം സഹിക്ക വയ്യാതെ വന്നപ്പോഴാണ് ദേവന്മാർ ദേവിയോട് കാര്യമുണർത്തിച്ച് ദേവി ചണ്ഡികയായിട്ട് രൂപം മാറുന്നു. രാമമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി മൃതാനുഷ്ഠാനവും തുടങ്ങാവുന്നതാണ്. ദേവിക്ക് പഴം, മലര്, ശർക്കര, അവില് ഇവയൊക്കെ നേദിക്കാം. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഉപവാസവും എടുക്കാവുന്നതാണ്. ശൈലപുത്രി ദേവിയുടെ ഇഷ്ടപ്പെട്ട നിവേദ്യം വെണ്ണയും നെയ്യുമാണ്.
ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാം. ഇതൊക്കെ നവരാത്രി കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നവരാത്രി ദിനത്തിലെ ആദ്യ ദിവസത്തിൽ ശ്രീ ശൈലപുത്രി ദേവിയെ ഇപ്രകാരം ആരാധിച്ച് ദേവിയുടെ അനുഗ്രഹം നേടുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള ആധ്യാത്മികമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമസ്കാരം. शैलपुत्रीं यशस्विनी